ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അഥവാ 3 മുട്ട വെച്ചിട്ട് എങ്ങനെയാണ് 1 kg കേക്കിന് വേണ്ടിയിട്ടുള്ള ഒരു വാനില കേക്കിൻ്റെ ബേസിക് സ്പോഞ്ച് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് കാണിക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. 1 kg ഇത് നമ്മൾ ഐസിങ് ചെയ്തൊക്കെ വരുമ്പോഴേക്ക് 1 kg വെയിറ്റും വരുന്ന കേക്ക് തന്നെയാണ്. 3 മുട്ട വെച്ചാൽ 1 kg വെയിറ്റ് വരുമോ എന്നൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നുമില്ല. 3 മുട്ട വെച്ചിട്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റും ആണെന്ന്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് കണ്ടു നോക്കാം. അത് നമുക്ക് ബേക്കിംഗ് മോൾഡ് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ മോൾഡ് ഗ്രീസ് ചെയ്തിട്ട് ബട്ടർ പേപ്പറൊക്കെ താഴെ വെച്ചിട്ടും സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതവിടെ മാറ്റി വെക്കാം. എന്നിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അരിപ്പയിലൂടെ 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മൈദ നമുക്ക് മാറ്റി വെക്കാം. നമ്മൾ നോർമലായിട്ട് 4 മുട്ട വെച്ച് ചെയ്യുന്ന സെയിം പ്രൊസീജിയർ തന്നെയാണ്, ചെറിയ മാറ്റമേ ഉള്ളൂ കേട്ടോ. ആ മാറ്റി വെച്ച് 2 ടേബിൾ സ്പൂൺ മൈദക്ക് പകരമായിട്ട് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ട് വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അരിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് എഴുതിയിട്ട് കൊടുക്കാട്ടെ. വേണമെങ്കിൽ അത് ചെക്ക് ചെയ്താൽ മതി ഡൗട്ട് ഉണ്ടെങ്കിൽ. എന്നിട്ട് ഇതുപോലെ വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അതവിടെ മാറ്റി വെക്കാം. എന്നിട്ട് ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുക്കാം. അതുപോലെ 3 മുട്ട എടുക്കാം. മുട്ടയിൽ വെള്ളം ഉണ്ടാവരുത്. നമ്മളെപ്പോഴും പറയുന്നതാണ്, കേൾക്കുന്നവർക്ക് അതൊരു എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ആകുന്നുണ്ടെങ്കിൽ സോറി കേട്ടോ. അപ്പോൾ ഞാൻ കറക്റ്റ് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. ഡ്രൈ ആയിട്ടുള്ള ബൗളും മുട്ടയും വെള്ളം ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ട് 40 സെക്കൻഡ് ആദ്യം ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. അതിനുശേഷം 1/4 കപ്പ് പഞ്ചസാര, പൊടിക്കാത്ത 1/4 കപ്പാണ് കേട്ടോ പഞ്ചസാര. ഇതിലേക്ക് കുറേശ്ശെ ആഡ് ചെയ്തിട്ട് നല്ല ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. പൊടിച്ചതാണെങ്കിൽ 1 കപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഫ്ലഫി ആയതിനു ശേഷം അതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1/4 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ 1 മുട്ടയ്ക്ക് പകരം നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1/4 കപ്പ് പാല്. അത്ര മാറ്റുള്ളൂ. ബാക്കിയെല്ലാം സെയിം മെത്തേഡ് തന്നെയാണ്. അങ്ങനെ 1/4 കപ്പ് പാലും ചേർത്തിട്ട് ലോ സ്പീഡിലിട്ടിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ആകുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഈ ഓയിലൊന്ന് അടിയിൽ കിടന്ന് പോയത്, നന്നായിട്ട് മിക്സ് ആയെന്ന് ഉറപ്പ് വരുത്തുക. ഓയിൽ അടിയിൽ പെട്ടുപോയിട്ട് മിക്സ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബാറ്റർ കറക്റ്റ് നമുക്ക് അതേ രീതിയിൽ നമ്മളെ കേക്ക് കിട്ടില്ല കേട്ടോ. എന്നിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആഡ് ചെയ്തിട്ട് നമുക്കിതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് മാറ്റി വെക്കാം. കുറേ കുത്തി ഇളക്കിയിട്ട് ചെയ്യരുത്, സാവധാനം ചെയ്താൽ മതി. വീഡിയോ സ്പീഡിലായതുകൊണ്ടാണ് നിങ്ങൾക്ക് സ്പീഡിൽ ചെയ്യുന്ന പോലെ തോന്നുന്നത്. നമ്മൾ സ്പീഡിൽ ചെയ്യുമ്പോൾ ബാറ്റർ അങ്ങ് താഴ്ന്നു പോകും. നമ്മുടെ ആ ഒരു ബാറ്ററിൻ്റെ ഫ്ലഫിനെസ് ഒക്കെ നഷ്ടപ്പെടും കേട്ടോ. അത് ശ്രദ്ധിക്കാം. അപ്പോൾ ഇതുപോലെ വിസ്കോ അല്ലെങ്കിൽ സ്പാച്ചുല വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി, കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബേക്കിംഗ് മോൾഡിലേക്ക് മാറ്റാം. നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്തിട്ടുള്ള ബേക്കിംഗ് മോൾഡ് ഉണ്ടല്ലോ, അതിലേക്ക് മാറ്റാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാവണം നമ്മുടെ ബാറ്ററി ഇരിക്കേണ്ടത്. അതാണ് അതിൻ്റെ പെർഫെക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇങ്ങനെ ആയാൽ തന്നെ നമ്മുടെ കേക്ക് ഏകദേശം നന്നായിട്ട് തന്നെ ബേക്കായി വരുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്കത് ബേക്കിംഗ് മോൾഡിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ നമ്മുടെ ഈ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒരു സ്ക്യൂർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്, എയർ ബബിൾസ് കംപ്ലീറ്റ് പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു 3-4 തവണ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഇതുപോലൊരു ഇതിലേക്ക് ഇറക്കി വെച്ചിട്ടാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് പ്രീഹീറ്റ് 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള പാത്രമായിരുന്നു കേട്ടോ. അതിലേക്കാണ് ഇത് ഇറക്കി വെച്ചിട്ടുള്ളത്. റിങ് വെച്ചിട്ട് ഇറക്കി വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാ 25 മിനിറ്റ് ആയപ്പോഴേക്ക് നമ്മുടെ കേക്ക് നന്നായിട്ട് തന്നെ ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഗ്യാസിൻ്റെ ഫ്ലെയിമിനനുസരിച്ച് ചെറിയ മാറ്റം വരും കേട്ടോ. ഫസ്റ്റത്തെ ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം പിന്നെ അത് കുറച്ച് കൊടുക്കാൻ മറക്കരുത്. പിന്നെ ലോയുടെയും മീഡിയത്തിൻ്റെ ഇടയിലായിട്ട് ഫ്ലെയിം ഇട്ടിട്ട് വേണം ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കേക്ക് നന്നായിട്ട് തണുത്ത ശേഷം മാത്രം മോൾഡിൽ നിന്ന് ഡിമോൾഡ് ചെയ്തെടുത്താൽ മതി. എന്താണെന്ന് വെച്ചാൽ അല്ലാന്നുണ്ടെങ്കിൽ സൈഡൊക്കെ പൊടിഞ്ഞു പോകാനൊക്കെ ചാൻസ്. നന്നായിട്ട് തണുത്ത ശേഷം കേക്ക് ഐസിങ് ചെയ്യാനും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു കേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനിത് ലെയർ ആക്കിയിട്ട് കൂടെ കാണിച്ചു തരാം. അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് തന്നെയാണ് എന്ന്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. 3 മുട്ട വെച്ചിട്ട് നമുക്ക് 1 kg കേക്കിന് വേണ്ടിയിട്ടുള്ള ബേസ് ഉണ്ടാക്കാം. അപ്പോൾ ചിലർക്കൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു അത് കറക്റ്റ് തൂക്കം വരുമോ എന്നൊക്കെ. ഇത് വെച്ചിട്ട് ഞാൻ വേറൊരു കേക്കൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ റെസിപ്പി, അതിൻ്റെ ആ ഒരു തൂക്കമൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു കേക്ക് 3 ലെയറായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്